ഗംഗാതീരത്ത് നാമം ജപിക്കാൻ തുടങ്ങിയപ്പോൾ കലികാലത്തിൽ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ട് വൃന്ദാവനത്തില് തളർന്നു കിടക്കുന്ന ജ്ഞാന വൈരാഗ്യങ്ങളെ അവരുണർന്നോത്രേ. അപ്പൊ അവരുടെ അമ്മയാകുന്ന ഭക്തിദേവി അവരുടെ കയ്യും പിടിച്ച് ഓടി വരിക അത്ര ഗംഗാതീരത്തേക്ക്. ഈ സന്താനം നടക്കുന്നിടത്തേക്ക് അവർ ഓടി വന്നപ്പോ സനകാദികൾ നോക്കി, ആരായി വരണം? ഭക്തിയാണല്ലോ വരണം. ഒപ്പം എന്താ ജ്ഞാന വൈരാഗ്യങ്ങൾ വൃദ്ധന്മാരായിട്ടുള്ള ഭക്തിയുടെ കുട്ടിയോടുണ്ട്. അപ്പൊ നോക്കുമ്പോ ഹൗസ്ഫുള്ളായിട്ട് ഒരു കസാലി ഒഴിവില്ല. അപ്പൊ ഭക്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, എനിക്കും ഈ കുട്ടികൾക്ക് എവിടെ ഇരിക്കാൻ സ്ഥലം? അതില് സനകാദികൾ പറഞ്ഞു അത്രേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, ഭക്തി ദേവി നീ നിന്റെ കുട്ടികളെയും കൂട്ടിയിട്ട് ഭക്തന്മാരുടെ ഹൃദയത്തിൽ വസിച്ചോളൂ, ഭക്തന്മാരുടെ ഹൃദയമാണ് നിന്റെ സിംഹാസനം എന്ന് പറഞ്ഞപ്പോ അത്ഭുതമായി. നോക്കുമ്പോ എത്രയോ ഭക്തന്മാർ അവിടെ തടിച്ചുകൂടിയിരുന്നു. നാരദാദികള് അവരുടെ ഹൃദയം പരിശുദ്ധമായ ഹൃദയം അതിനെ കണ്ടപ്പോ ഭക്തിദേവി ജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന കുട്ടികളെയും കൂട്ടി ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അങ്ങ് കയറിയിരുന്നു എന്നാണ് കഥയിട്ട് പറയുന്നത്. അപ്പൊ ഭക്തി എവിടെയുണ്ടോ അവിടെയാണ് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവുക. ഭക്തിയെ നമ്മൾ ആവാഹിക്കണം. സപ്താഹം തുടങ്ങാതെ കേട്ടാൽ തന്നെ ഓടി വരും ഭക്തി. ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ അവിടെ ഭക്തി വരും. ശ്രദ്ധാരതി, ശ്രദ്ധ എവിടെ ഉണ്ടായോ അവിടെ നമ്മള് ഭഗവത് കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിലൊരു രതി വരും, പിന്നെ ഭക്തി വരും. ശ്രദ്ധാരതി ഭക്തി അനുക്രമിച്ചു. ഭക്തി വന്നാലോ ഭക്തിയുടെ ഒപ്പം ജ്ഞാന വൈരാഗ്യങ്ങൾ കുട്ടികളായിട്ടുണ്ടാവും. അത് നമുക്ക് മുക്തിക്ക് കാരണമാവും. ഇതാണ് ഭാഗവത മാഹാത്മ്യത്തിന്റെ തത്വം. നമ്മൾ കിട്ടിയിട്ടുള്ള അത്യത്ഭുതമായ ഈ ഭാഗവതം, അതും സപ്താഹമായിട്ട് 7 ദിവസം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിരന്തരം നമ്മൾ കേൾക്കുക, അനുസ്മരിക്കുക, നാമം ജപിക്കുക, നിർവൃതിയുള്ള. അത് കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങിക്കൊള്ളൊന്നുമില്ല. ആ കേട്ടതന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, നിധിധ്യാസം ചെയ്യുക. അങ്ങനെ രാവിലെ കോഴി കൂടിയ വേഗം നീട്ട് കുളിച്ച് ദേവാലയൊക്കെ കഴിഞ്ഞ് ആദ്യം കേൾക്കുക, അനുസ്മരിക്കുക, നിർവൃത്തി അടയുക. അന്ന് രാത്രി ഉറക്കം വരുന്നില്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് മുഴുകുക. ഇങ്ങനെ 7 ദിവസം ഒരു മുളയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു പ്രേതം കേട്ടു. ആ പ്രേതത്തിന് മാത്രം വൈകുണ്ഠത്തിലേക്ക് വിമാനം വന്നു കയറ്റിക്കൊണ്ടുപോയി. ആചാര്യന്റെ അടക്കം കയറാൻ ചോദിച്ചപ്പോ അന്ന്